വട്ടത്തൂരിൽ ബി.ജെ.പിയുമായി മുൻധാരണയോ സഖ്യമോ ഇല്ലെന്ന നടപടി നേരിട്ട ഡി.സി.സി ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ. ചതിച്ചത് കെ.ആർ. ഔസേപ്പാണ്. ഔസേപ്പിനെ യു.ഡി.എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നു. ഹാളിലെത്തിയപ്പോഴാണ് ഔസേപ്പ് എൽ.ഡി.എഫിനോടൊപ്പം ചേർന്നത് മനസ്സിലായത്. തുടർന്ന് ടെസിയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ടി.എം. ചന്ദ്രൻ പറഞ്ഞു. അതേസമയം ഡി.സി.സിയുടേത് അപഹാസ്യ നാടകമാണെന്നും നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മറച്ചുവെക്കാൻ തങ്ങളെ ബലിയാടാക്കുകയാണെന്നും ടി.എം. ചന്ദ്രൻ ആരോപിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ CPM ചെയ്ത കൊടും പാതകം, വലിയ ജനവഞ്ചന, ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ CPM നടത്തിയ ശ്രമങ്ങളെ മറച്ചുവെക്കാനും മൂടിവെക്കാനും ചില മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. 10 സീറ്റുകൾ വീതം LDFും UDFും നേടിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി കെ.ആർ. ഔസേപ്പിനെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതാണ്. CPMന് പലതും മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനുമുണ്ട്. അങ്ങനെ ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനുള്ളതിന്റെ ഭാഗമായി ഇവർക്ക് കെ.ആർ. ഔസേപ്പിനെ കൂടെ നിർത്തേണ്ടത് അനിവാര്യമാണ്. അതിനുവേണ്ടി ലക്ഷങ്ങൾ ഓഫർ ചെയ്ത് ഔസേപ്പിനെ വിലക്കെടുക്കുകയായിരുന്നു. സ്വാഭാവികമായും നമ്മുടെ UDFിന്റെ മെമ്പർമാർ തെരഞ്ഞെടുപ്പ് ഹാളിൽ എത്തിയതിനു ശേഷമാണ് ഔസേപ്പ് കൂറുമാറി എന്ന് ചതിച്ചു എന്നും മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അവർ അപ്പോൾ കൂടിയാലോചിച്ച് ഔസേപ്പിന് പകരം പുതിയൊരു സ്ഥാനാർത്ഥിയെ ടെസിയെ മത്സരിപ്പിക്കുകയും ആ ടെസിക്ക് BJPക്കാരുടെ വോട്ട് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു മുൻ ധാരണയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സഖ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾക്ക് ആ വോട്ട് ലഭിച്ചിട്ടുള്ളത്.